ഈ പ്രിയപ്പെട്ടവര് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ രാജുവിന്റെ പേരിലാണ് കിട്ടിയത്. ക്യാപ്റ്റൻ രാജു ഞാൻ ഇപ്പൊ സിനിമ വന്നിട്ട് 50-ാം വർഷമാണ്. 1970 അഭിനയിച്ചു തുടങ്ങിയാണ്. പക്ഷെ മണിയൻപിള്ള എന്നുള്ള പടം 81 വന്നതുകൂടിയാണ് ഒന്ന് രക്ഷപ്പെട്ട് ഈ പൊസിഷനിലേക്ക് ആയത്. അപ്പൊ അന്ന് ഹോട്ടലിലൊക്കെ താമസിക്കും, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ ഹോട്ടൽ റിസപ്ഷനിൽ ഫോൺ വരും, ഹലോ രാജുവിനൊന്ന് കൊടുക്കാമോ. അന്ന് സിനിമയില് എന്താ പറയാ, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ്, ക്യാമറ അസിസ്റ്റന്റ്, അത് ഇത് മറ്റത് മറിച്ചത്, പിന്നെ ഈ നടികളുടെ കൂടെ ടച്ചപ്പ് ആയിട്ട് കിടക്കുന്നതിന്റെ ഒക്കെ പേര് ചോദിച്ചാൽ രാജു എന്നായിരുന്നു. അത് ക്യാപ്റ്റൻ രാജു. അപ്പൊ അങ്ങനെ അതല്ല, മറ്റേ ക്യാമറ രാജുവാണ്, അല്ല ക്യാപ്റ്റൻ രാജുവാണ്. ക്യാപ്റ്റൻ രാജു അല്ല, മറ്റേ മണിയൻപിള്ളന്റെ മണിയൻപിള്ള രാജു. അങ്ങനെ പറഞ്ഞാണ് എനിക്ക് മണിയൻപിള്ള രാജു എന്നായത്. ഞാൻ അന്നൊക്കെ പറയുന്നത് എനിക്ക് 1-2 പടത്തിന്റെ അഡ്വാൻസ് ഉണ്ടാണ്, തെറ്റി ക്യാപ്റ്റൻ രാജുവിനോട് കൊടുത്തോണ്ട് രാജു എന്നുള്ള പേര് മാത്രമേ പറഞ്ഞുള്ളൂ പ്രൊഡക്ഷൻ കാലത്ത്. അങ്ങനെ 2-3 പടം നഷ്ടപ്പെട്ടെന്നൊക്കെ ചുമ്മാ പറയുന്നത്. പക്ഷെ ഞങ്ങൾ തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നെ കാണുമ്പോഴൊക്കെ ഉപദേശിക്കുമായിരുന്നു. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് അത് ശരിയല്ല, നമ്മളിപ്പോ കൂടെ ഒരു കൊടി കെട്ടണം, ശക്തമായിട്ട് കയറി വരണം, അതാണ് ഇതാണ് എപ്പോഴും അഡ്വൈസ് ചെയ്യും. മോനെ അല്ലേ, ശക്തമായിട്ട് വരണം, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളി സിനിമ നടനാകേണ്ട ആളല്ല, ഒരു പള്ളിയിൽ അച്ഛനാകേണ്ട ആളായിരുന്നു. സൗമ്യതയും പെരുമാറ്റവും ഉപദേശവും ഒക്കെ ഉണ്ടാകാം. നല്ലൊരു മനുഷ്യൻ.